നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരമേശ്വരനെ വിളിച്ചത്. പരീക്ഷ ജയിച്ചല്ലോ, ഇനി വിവാഹമാകാം. രാജു, അല്ല സർ, ഋതിക മേഡമാണ്. രാജു, സ്വന്തം വിജയത്തിനു വേണ്ടി ഒരാൾ കഠിനാധ്വാനം നടത്തുന്നത് സ്വാഭാവികമാണ്. കാരണം ആ വിജയം അയാളുടേതാണ്, അയാളുടേത് മാത്രമാണ്. പക്ഷെ മറ്റൊരാളുടെ വിജയത്തിനു വേണ്ടി ഒരാൾ അർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അവരെന്നെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ വിജയിക്കാൾ അഭിനന്ദനം അർഹിക്കുന്നത് ആ രണ്ടാമനാണ്. നിന്നെക്കുറിച്ച് എനിക്കുള്ള അഭിമാനം വീണ്ടും കൂടിയ രാജു. സർ, ഇതിൽ എനിക്കൊരു റോളും ഇല്ല സർ. എല്ലാം ഋതിക മേഡത്തിന്റെ മിടുക്ക. വലതു കൈയുടെ ദാന ഇടതു കൈ പോലും അറിയേണ്ടതാണ് മഹാന്മാര് പറയുന്നത്. നീയും അങ്ങനെ തന്നെ പറയണം. അത് നിന്റെ നന്മ. ദാ അച്ഛാ, ഋതികയുടെ റിസൾട്ട് വന്നു. എന്തായി? നല്ല മാർക്കുണ്ട്. പരീക്ഷ ജയിച്ചിട്ട് വിവാഹം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ തടസ്സവും തീർന്നു. ഞാനൊന്ന് പ്രതാപനെ വിളിക്കട്ടെ. ഓക്കെ അച്ഛാ. ആ പരമേശ്വര, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ ചില സെലിബ്രേഷൻസ്. ആ, ഞാൻ അറിഞ്ഞു. മോൾക്ക് നല്ല മാർക്കുണ്ടല്ലേ? അതെ, ഇനി ഏതായാലും വിവാഹകാര്യം ആലോചിക്കാം. ആ, അത് പറയാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോ വിളിച്ചത്. കഷ്ടപ്പെട്ടും കാണാതെ പഠിച്ചും പരീക്ഷ എഴുതിയത് ഞാൻ, നല്ല മാർക്ക് വാങ്ങി ജയിച്ചതും ഞാൻ. എന്നിട്ടിപ്പോ പ്രശംസ മുഴുവൻ രാജുന്. അച്ഛന്റെ കയ്യിന്ന് സ്വീറ്റ്സ് കിട്ടിയത് രാജുന്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഒന്നോടെ സ്വന്തം ആക്കല്ലേ രാജു. നിന്നെ കൊണ്ടത് താങ്ങൂല, പറഞ്ഞേക്കാം. അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ക്രെഡിറ്റേ അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കണ്ട. എന്നെ പോലൊരു ട്യൂഷൻ മാഷിനെ കിട്ടിയതുകൊണ്ടാ ഇങ്ങനെ ജയിക്കാൻ കഴിഞ്ഞത്. രാജു, നീ ചൂടാവല്ലേ മാഡം. മാഡത്തിന്റെ ബ്രില്യൻസി എനിക്കല്ലേ അറിയാവൂ. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷൻ, അതാണ് മാഡത്തെ തോൽപ്പിച്ചിരുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ കോൺസെൻട്രേഷൻ പോകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാഡത്തിന് ആത്മവിശ്വാസവും കോൺസെൻട്രേഷനും ഞാൻ ഉണ്ടാക്കി. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഈ വിജയം എന്റെ ഋതിക മാഡത്തിന് 100%. കൺഗ്രാറ്റുലേഷൻസ് മാഡം. ജയിച്ചത് ഞാനാണെങ്കിലും ജയിപ്പിച്ചത് രാജുവാ. താങ്ക്സ് രാജു. രാജു, പരമേശ്വരനെ വിളിച്ചത്. പരീക്ഷ ജയിച്ചല്ലോ, ഇനി വിവാഹമാകാം. രാജു, വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ കുറേശ്ശെ ആരംഭിക്കാം. ശരി സർ. ശരി. പിന്നെ ഇന്ന് മഹാപൗർണമിയാണെന്നുള്ള കാര്യം മറക്കല്ലേ. വരുന്ന മഹാപൗർണമി ദിവസം പൂർണ്ണചന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി നിന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരം മോള് കാണും. ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനായി
അശ്വിൻ തെളിഞ്ഞു വരുന്നത് കാണാന്നേ. മോള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെപ്പോലും പൂർണ്ണചന്ദ്രനിൽ മോൾക്ക് തെളിഞ്ഞു കാണാനാവും. അങ്ങനെ തെളിയുന്ന മുഖം ആരുടേതായാലും യാതൊരു കാരണവശാലും ജീവിതത്തിൽ നിന്നും അവരെ അകലെയാക്കരുത്. ദൈവമേ, എന്തൊക്കെയാ എനിക്ക് വരുന്ന മാറ്റങ്ങൾ? എനിക്ക് തന്നെ അതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ചന്ദ്രഭഗവാനെ, എന്താ നീ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? സ്നേഹവും സന്തോഷവും കൊതിക്കുന്ന എനിക്ക് ഇനിയുള്ള കാലത്തെങ്കിലും അത് ലഭിക്കുമോ? ഈ ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയാ. അമ്മയെ കണ്ടിട്ടില്ലാത്ത എനിക്ക് എല്ലാം അച്ഛനാ. ആ അച്ഛനെ തന്നെ കാഴ്ചയിൽ കൊണ്ടുവന്നതിന് ഭഗവാനെ നിനക്ക് 100 നന്ദി. ഈ കാണുന്നത് എന്റെ കാണപ്പെട്ട ദൈവമാണ്, എന്റെ അച്ഛൻ. ഇനി എനിക്ക് എന്റെ മനസ്സിലുള്ള പുരുഷനെ കാണണം. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊപ്പം വരുന്ന പുരുഷൻ. ദൈവമേ, എനിക്കിനിയുള്ള പ്രാർത്ഥനകളെല്ലാം എന്റെ മകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. ഇന്നവൾ വിവാഹപ്രായമായ യുവതിയാണ്. ദേവ, ശുഭമാംഗല്യവും നെടുമാംഗല്യവും അവൾക്ക് നൽകി അനുഗ്രഹിക്കണേ. ഏറ്റവും സ്നേഹനിധിയായ ഒരു പുരുഷനോടൊപ്പം ജീവിതാന്ത്യം വരെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവൾക്കുണ്ടാകണേ. രാജു, ഇനിയിപ്പോ എന്റെ മനസ്സിലുള്ളത് രാജു ആണോ? രാജു എന്റെ മനസ്സിൽ ഇടം പിടിച്ചതുകൊണ്ടാണോ ചന്ദ്രനില് ഞാൻ രാജുവിനെ കണ്ടത്? ഋതിക, മഹാപൗർണമി ദർശിച്ചോ? എന്താ കണ്ടില്ലേ ചന്ദ്രൻ ചിരിച്ചു നിൽക്കുന്ന? എന്നിട്ട് ആരുടെ മുഖ കണ്ടത്? കണ്ടത് എന്റെ അച്ഛന്റെ മുഖാടി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുഖം അത് എപ്പോഴും കാണുന്ന മുഖല്ലേ? അത് കാണാനല്ലല്ലോ മഹാപൗർണമി ദർശിക്കാൻ പറഞ്ഞത്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ആരാണെന്ന് അറിയാനല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.